മഞ്ഞുകാറ്റുപോലെ എന്നും എൻ്റെ ഹൃദയ നല്ല മാതാവേ അങ്ങു വന്നിടൂ. മഞ്ഞുകാറ്റുപോലെ എന്നും എൻ്റെ ഹൃദയ നല്ല മാതാവേ അങ്ങു വന്നിടൂ. സുരലോക സൂര്യൻ സുവിശേഷമായ മനദീപമാകാൻ മനസ്സാകണേ. മഞ്ഞുകാറ്റുപോലെ എന്നും എൻ്റെ ഹൃദയ നല്ല മാതാവേ അങ്ങു വന്നിടൂ. ശോഭയുള്ള പൂവിന്റെ ചില്ല ചുണ്ടിലേക്ക് നിൽക്കും ശോഭയുള്ള വാഗ്ദത്ത കൂടാരം നീയല്ലോ മാതാവേ. ദാവീദിൻ പ്രാകാരം നീ തന്നെ കന്യാമേ. സ്വർഗ്ഗമിന്നു തന്ന ദാനം നീ. ഓ മഞ്ഞുകാറ്റുപോലെ എന്നും എൻ്റെ ഹൃദയ നല്ല മാതാവേ അങ്ങു വന്നിടൂ. മഞ്ഞുകാറ്റുപോലെ എന്നും എൻ്റെ ഹൃദയ നല്ല മാതാവേ അങ്ങു വന്നിടൂ. സുരലോക സൂര്യൻ സുവിശേഷമായ മനദീപമാകാൻ മനസ്സാകണേ. മഞ്ഞുകാറ്റുപോലെ എന്നും എൻ്റെ ഹൃദയ നല്ല മാതാവേ അങ്ങു വന്നിടൂ. ആവേ മരിയാം വണക്കമാസത്തിൻ്റെ ഈ 15-ാമത്തെ ദിവസം എന്നെപ്പറ്റി ഇന്നേ ദിവസം ഈ ഒരു മാതാവിൻ്റെ ഒരു മാസക്കാലഘട്ടത്തിൽ ധ്യാനത്തിനായി നമ്മൾ എടുക്കുന്നത് ഈശോയുടെ ജനനം മാനുഷികമായ യുക്തിയിൽ പരിശോധിക്കുമ്പോൾ അതൊരു ദരിദ്രൻ്റെ അല്ലെങ്കിൽ ഒരു പിറക്കുവാൻ പോലും സ്ഥലമില്ലാത്ത ഒരു അശരണരായിട്ട് എങ്ങും ശരണം കിട്ടാത്തവൻ്റെ ഒരു ജനനമായിട്ട്, ഒരു നമ്മുടെ ഒരു ഭാഷയിൽ പറഞ്ഞ വഴിവക്കിൽ പിറന്നു വീണ ഒരു രക്ഷകനെയാണ് ക്രിസ്മസിൻ്റെ സന്തോഷത്തിൽ നമ്മൾ ഓർത്ത് ആഘോഷിക്കുന്നത്. ഇങ്ങനെ വഴിവക്കിൽ പിറന്നു വീണ, സത്രത്തിൽ പോലും ഒരു അവസരം കിട്ടിയില്ലെന്നൊക്കെ പറയും. സത്രം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയും ഇത് കയറി വരാൻ സത്രം എന്ന് പറയുമ്പം എല്ലാവർക്കും കയറി വരാമെന്ന സ്ഥലത്ത് പോലും ഒരു സാധ്യത ലഭിക്കാത്ത ഒരു രക്ഷകനെക്കുറിച്ചുള്ള ഓർമ്മയാണ് ക്രിസ്മസ്, അല്ലെങ്കിൽ അതിൻ്റെ ആഘോഷമാണ് ക്രിസ്മസ്. ആ ഒരു ഓർമ്മയിൽ പരിശുദ്ധ അമ്മയും ഔസേപ്പിതാവും ഒക്കെ നിറഞ്ഞ് നിൽക്കുന്ന ഒരു സമയം. ഈ പുൽക്കൂട്ടിലെ ദാരിദ്ര്യം എന്ന് പറയണത് അത് മാനുഷികമായ കണ്ണുകളോട് നോക്കുമ്പോൾ ദാരിദ്ര്യമാണ്. കാരണം ഏറ്റവും വലിയ സമ്പാദ്യം കർത്താവാണ് എന്നുള്ളതാണ് എല്ലാ സമ്പത്തിൻ്റെയും അടിസ്ഥാനം. അതുകൊണ്ട് ഈ കർത്താവിനെ കുറിച്ച് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയും, എൻ്റെ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും, ആരെയാണ് എന്നെ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റുവാനായിട്ട് സാധിക്കുക? ദുർഭിക്ഷമോ ആരോഗ്യമോ അനാരോഗ്യമോ ഒന്നിനും പറ്റില്ല. കാരണം വിത്ത് ക്രൈസ്റ്റ് ഞാൻ ഹാപ്പിയാണ്, അല്ലെങ്കിൽ സന്തോഷത്തോടെ ഇരിക്കണം എന്ന് പൗലോസ് ശ്ലീഹ എപ്പോഴും ആവർത്തിച്ച് പറയുന്ന ഒന്നാണ്. അപ്പോൾ പുൽക്കൂട്ടിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്.
ആ പിറവിയിൽ പ്രദർശിപ്പിച്ച ദാരിദ്ര്യം നമുക്ക് കർത്താവ് അല്ലെങ്കിൽ നമുക്ക് നൽകുന്നൊരു ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത്, നിന്റെ സന്തോഷത്തിൻ്റെ കാരണമാകേണ്ടത് ക്രിസ്തുവാകണം എന്നുള്ള വലിയൊരു സന്ദേശം പുൽക്കൂട്ടിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അത് ഈ പുൽക്കൂട്ടിൽ എന്ത് ചേർത്ത് വെച്ചാലും അവസാനം കർത്താവിൻ്റെ ഒരു തിരുസ്വരൂപം കാണാതെ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ആടിൻ്റെ എണ്ണം കുറഞ്ഞാലും നമ്മൾ ഒരു പരിധി വരെ ക്ഷമിക്കും. ഔസ്യപിതാവും മാതാവും ഉണ്ടായാൽ മതി, പിന്നെ ഉണ്ണീശോ ഉണ്ടായാൽ മതി. ബാക്കിയൊക്കെ ഇപ്പോൾ ഇതിൽ പശുവൊന്നും ഇല്ലെങ്കിലും പുൽക്കൂട്ടിനൊരു സംഭവം സംഭവിക്കത്തില്ല. കാരണം പ്രയോറിറ്റിയിൽ എപ്പോഴും ഫസ്റ്റ് പ്രിഫറൻസ് ഉണ്ണീശോയ്ക്കാണ് എന്ന് പറയുന്നത് പോലെ, ആ പിറവിയിലെ ദാരിദ്ര്യത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഈ കർത്താവ് എപ്പോഴും ഇങ്ങനെ റെഫർ ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് പേരെ ആകർഷിക്കുവാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, രക്ഷകൻ്റെ വരവിൽ തുടങ്ങി കുരിശുമരണം വരെ അദ്ദേഹം ജീവിച്ച അല്ലെങ്കിൽ യേശു ജീവിച്ച പച്ചയായ മനുഷ്യൻ്റെ ജീവിതമാണ് കർത്താവിൻ്റെ ആത്മീയമായ ഒരു ആസ്തി എന്ന് പറയുന്നത്. അത് പരിശുദ്ധമ്മയുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ ഇത് തന്നെയാണ്. ഒരു പച്ചയായ ഒരു സ്ത്രീ ആ കാലഘട്ടത്തിൽ ജീവിക്കാവുന്ന ജീവിതം ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിച്ചു എന്നുള്ളതാണ്. ഓരോ സാഹചര്യത്തിലും മാതാവും അല്ലെങ്കിൽ ഈശോയുടെ ഈ ലോക ജീവിതവും നോക്കുമ്പോഴേക്കും പൂർണ്ണമായിട്ടും ദൈവത്തെ മാത്രമാണ് അവർ ആസ്തിയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് കണ്ടത്. ഉടമ്പടി ജീവിതത്തിൽ ബഹുമാനപ്പെട്ട അച്ഛൻ ആരാധനയിൽ ഓർമ്മപ്പെടുത്തുന്ന കാര്യം, വിഷയബന്ധിയായിട്ട് നമ്മുടെ നിയോഗങ്ങൾ മാറാൻ സാധ്യതയുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രിസ്തു ആകണമെന്ന് അച്ഛൻ ഓർമ്മപ്പെടുത്താറുണ്ട്. കാരണം ഇന്ന് നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും സമർപ്പിക്കുന്ന 6 നിയോഗങ്ങളായിരിക്കത്തില്ല ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ അപ്പുറത്തേക്ക് മാറിക്കഴിയുമ്പം ഒരാഴ്ച മാറിക്കുക. കാരണം നിയോഗങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട നിത്യനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ജീവിതത്തിലുണ്ടെന്ന് അനുഭവിക്കുന്നുള്ളതാണ്. ഈ ഒരു മാസക്കാലഘട്ടം നമ്മൾ മാതാവിൻ്റെ കരം പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോ ദിവസവും മാതാവിൻ്റെ അല്ലെങ്കിൽ ഈശോയുടെ രഹസ്യങ്ങൾ ധ്യാനിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പം മനസ്സിലുണ്ടാകേണ്ടത്, കർത്താവേ, ജീവിതത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ചുറ്റുമുള്ള കുറവുകളുണ്ട്, സമ്പത്തിൻ്റെ, ബുദ്ധിയുടെ, നിറത്തിൻ്റെ, സൗന്ദര്യത്തിൻ്റെ, അതൊക്കെ ഞങ്ങൾ സഹിക്കാം. പക്ഷേ നിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകണമെന്ന്. ഇത് ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ ആര് ചോദിക്കുന്നുവോ കർത്താവ് അവരുടെ സാന്നിധ്യം പ്രകടമാക്കുന്നു എന്നുള്ളതാണ്. ഇത് കർത്താവിൻ്റെ ഒരു നിലപാടിൻ്റെ ഭാഗം. എന്തിനേയും ആരിനേക്കാളും എന്തിനേക്കാളും കർത്താവിനെ സ്നേഹിക്കണമെന്ന് കർത്താവ് തന്നെ വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ഉടമ്പടിയിൽ ആയിരിക്കും നമുക്ക് പരിശുദ്ധ അമ്മയുടെ ഇന്നത്തെ ദിവസം പുൽക്കൂട്ടിലെ ദാരിദ്ര്യവും പരിശുദ്ധ അമ്മയുടെ സന്തോഷവും ഒക്കെ ധ്യാന വിഷയമാക്കുമ്പോൾ, ദ കോസ് ഓഫ് അവർ ഹാപ്പിനെസ് ഈസ് ക്രൈസ്റ്റ് എന്നുള്ളൊരു വാക്കുകൾ കൊണ്ടുള്ളൊരു ബോധ്യമല്ല, അത് അനുഭവിക്കാനുള്ള ദൈവം നമ്മളെ തിരഞ്ഞെടുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം എല്ലാവർക്കും കൈകൾ കൂപ്പി കണ്ണുകളടച്ച് മനസ്സിൽ പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലെ നിയോഗങ്ങളും ആവശ്യങ്ങളും അനുനിമിഷം മാറിക്കൊണ്ടിരിക്കും. എങ്കിലും ദൈവമേ, നീ യഥാർത്ഥ സമ്പത്താണെന്നും നീയാണ് ഞങ്ങളുടെ ശക്തിയെന്നും നിറവെന്നും ബലമെന്നും ബോധ്യപ്പെടുവാൻ തക്കവിധമുള്ള ആഴമേറിയ ദൈവാനുഭവം ഞങ്ങൾക്ക് ഈ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ, ഈ പ്രത്യേക പ്രാർത്ഥനകളിലൂടെ ഞങ്ങൾക്ക് ലഭിക്കണമെന്നും, കർത്താവ്, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ ചുരുങ്ങുമ്പോഴും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും കർത്താവെ, ഈശോ എൻ്റെ കൂടെയുണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് പോകും എന്നുള്ള അപ്പോസ്തലന്മാരെ പ്രചോദിപ്പിച്ച പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകുന്ന അനുഭവങ്ങൾ, ഉടമ്പടിയുടെ സ്ഥിരീകരണങ്ങൾ ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ.